പരിശോധനകൾ മാത്രമാണ് നടക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ തന്റെ വരുമാനം അത് എങ്ങനെയാണോ ആദായ നികുതി വകുപ്പിൽ രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് നിലവിലത്തെ ഈ സാമ്പത്തിക വർഷമല്ല, അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെതടക്കം തനിക്ക് ലഭിച്ച പ്രതിഫലം, തന്റെ വരുമാനം അതടക്കം വെച്ചുകൊണ്ടാണല്ലോ ITR ഫയൽ ചെയ്യുക. അപ്പോൾ അതിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ ഇതിനകം തന്നെ ആദായ നികുതി വകുപ്പിന് മനസ്സിലായിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വിവരങ്ങൾ കൂടുതലായി അവർ ചികയുന്നത്? എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, അപാകതകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ആദായ നികുതി വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇത് മുൻ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളൊരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനപ്പുറം ഇതിൽ അപാകതകൾ ഉണ്ടോ, എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പരിശോധനകളൊക്കെ നടക്കാറുണ്ട്. അത് ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ്. കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എമ്പുരാൻ വിവാദത്തിന് തൊട്ടു മുമ്പായിട്ട് തന്നെ ഈ പ്രൊഡക്ഷൻ, ഈ ആന്റണി പെരുമ്പാവൂരിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. അന്ന് നമ്മൾ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ചോദിച്ചപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞത് ഇത് ആദായ നികുതി റിട്ടേൺ സ്വാഭാവികമായിട്ട് നടക്കുന്നുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ആ പരിശോധനകൾ മാത്രമാണ് നടക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എങ്ങനെയാണിത്, ഈ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. സുജിയ, ശരൺ, അതായത് ഈ കാലയളവിൽ ആടുജീവിതം അടക്കമുള്ള സിനിമകളാണല്ലോ നമ്മൾ തിയേറ്ററുകളിൽ കാണുന്നത്. അപ്പോൾ ബ്രോഡാഡി മുതലുള്ള ചിത്രങ്ങളുടെ വിവരങ്ങളാണോ, അതോ ഏതൊക്കെ ചിത്രങ്ങളിലെ പ്രതിഫലത്തിലാണ് ഈ വ്യക്തത തേടിയിരിക്കുന്നത്? സുജയ, ആടുജീവിതം അടക്കമുള്ള സിനിമകളാണ് സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഈ പ്രതിഫലം വാങ്ങിയത്. ആ സിനിമകൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എത്ര സിനിമകൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ല. നേരത്തെ ആ സമയത്ത് 2022 ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധനകൾ ഉണ്ടായിരുന്നു. ആ പരിശോധനകൾ ശേഖരിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വ്യക്തത വരുത്താനുണ്ട്, പല കാര്യങ്ങളിലും വ്യക്തത വരുത്താനുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി തന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥർ പറയുന്നില്ല, വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് വൈകാതെ തന്നെ പോകാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ശരൺ, ഈ പ്രതിഫല വിവരങ്ങൾ അത് പൃഥ്വിരാജ് ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയതിനു ശേഷമുള്ള ഈ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പൃഥ്വിരാജിന് ഒരു ആസ് ആൻ ആക്ടർ ലഭിച്ച ചിത്രങ്ങൾ, അതായത് ഗുരുവായൂർ അമ്പലനടയിൽ, ജനഗണമന, കടുവ, തീർപ്പ് തുടങ്ങിയ ചിത്രങ്ങളാണ് ആടുജീവിതത്തിനൊപ്പം തന്നെ ഈ ഒരു കാലയളവിൽ ഗോൾഡ് എന്ന ചിത്രമുണ്ട്. അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. അപ്പോൾ 2022 അവസാനം പരിശോധനകൾ നടത്തിയത്. അപ്പോൾ 23, 24 വർഷങ്ങളിൽ, 2 വർഷങ്ങളിലെ പുറത്തു വന്ന സിനിമകളിലടക്കം എത്രയാണ് പ്രതിഫലം കിട്ടിയത്, അതനുസരിച്ചുള്ള ഒരു സാമ്പത്തിക നിലയാണോ ഇപ്പോഴുള്ളത്, അതാണോ ഇപ്പോൾ പരിശോധിക്കുന്നത്? സ്വാഭാവികമായിട്ടും സുജി, അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ എമ്പുരാനിൽ തന്നെ അദ്ദേഹം പ്രതിഫലം പറ്റിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്, അതായത് നേരത്തെ ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് അത് ഒരു വ്യക്തത വരുത്താൻ ആദായ നികുതി വകുപ്പ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഏതൊക്കെ സിനിമയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഈ സിനിമകളിൽ ഇത്തരത്തിൽ പ്രതിഫലം പറ്റിയുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദായ നികുതി റിട്ടേൺ അടച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന പ്രാഥമിക വിവരം മാത്രമാണ്. അത് ഇങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2022 ഡിസംബറിൽ തന്നെ പരിശോധനകൾ ഉണ്ടായിരുന്നു. ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പൃഥ്വിരാജിനെ ഇനി വിളിച്ചു വരുത്തി ഇപ്പോൾ ഇത് എമ്പുരാൻ വിവാദവുമായി ക്ലബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നറേറ്റീവ് ഒരുപക്ഷെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഈ പ്രതിഫലത്തിൽ വ്യക്തത നേടിക്കൊണ്ടുള്ള നോട്ടീസ് എന്നാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്?
കഴിഞ്ഞ മാസമാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ എമ്പുരാൻ, അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇക്കാര്യം എടുത്തു പറഞ്ഞത്. ഇത് എമ്പുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ കൂട്ടിവായിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഇത് 2022 ഡിസംബറിൽ നടന്ന പരിശോധനകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 2022 ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായി വീണ്ടും ഈ മാസം 29-നകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് നടൻ പൃഥ്വിരാജിന് നൽകിയിരിക്കുന്നത്. ചിത്രങ്ങളുടെ, അതായത് നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളുടെ അടക്കം പ്രതിഫല വിവരങ്ങൾ കൈമാറാനാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.